ഇവരെന്താ ഈ നേരത്തെ ഇവിടെ വന്നൊരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ദുബായിലേക്ക് തിരിച്ചു പോകുന്നില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. അപ്പോ തിരിച്ചു പോകും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ വന്നത് എന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതെ, എന്തായാലും എനിക്ക് ഒരു പെൺകുട്ടിയായിട്ട് ഒരു ലേഡി പാസ്പോർട്ട്, അതെ, ദുബായ് പോയി ലേഡി ആയിട്ട് ദുബായിൽ പോകണം എന്നൊരു ആഗ്രഹമാണ്. അതാണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. ഇവിടെ ജാസി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, ഈ ആണായി പിറന്ന ഈ ഒരു വ്യക്തി, അയാൾ ഗൾഫിൽ പോയിട്ടുള്ളത് ആണായിട്ടാണ്. ആണായിട്ട് അവിടെ ചെന്നതിന് ശേഷം പ്രച്ഛന്ന വേഷം കെട്ടി പെണ്ണാണെന്ന രീതിയിൽ നടക്കുകയാണ്. അത് ആ രാജ്യത്തെ നിയമത്തിന് എതിരാണ്. ഇപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ഞാൻ പെണ്ണാണ് 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 എന്ന് പറയുന്ന ഒരുപാട് വീഡിയോസ് നാട്ടിൽ നിന്നുമാണെങ്കിൽ അവിടെ നിന്നുള്ള ഇന്റർവ്യൂകളിൽ കണ്ടിട്ടുണ്ടാവും. ഈ ആലുങ്ക വഴുക്കുമ്പോ കാക്കയ്ക്ക് വാപ്പുണ്ടെന്ന് പറയുന്ന പോലെ ഞാൻ ആണാണ് എന്ന് പറയുന്ന ആള് പെണ്ണാണ്. ഞാനൊരു ജെൻസിന്റെ ബാത്റൂമിൽ കയറി മൂത്രമൊഴിക്കാൻ പോയിരുന്നു. എന്താവും പ്രശ്നം? ഞാൻ പെണ്ണാണെന്ന് പറയുന്ന ഒരാണ് ലേഡീസ് ബാത്റൂമിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ക്ഷമിക്കണം, യഥാർത്ഥത്തിൽ സാർ ഒരു പെണ്ണാണെന്നാണ് ഞാൻ കരുതിയത്. അപ്പൊ പെണ്ണായിരുന്നെങ്കിൽ താനി വൃത്തിയോടെ കാണിക്കുമായിരുന്നു അല്ലേ? ഇത് പെണ്ണായി ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് തിരിച്ചു വന്നത്. ആണായിട്ട് തന്നെ ജീവിക്കണമെങ്കിൽ അവർക്ക് അവിടെ തുടരാം. പ്രച്ഛന്ന വേഷം അഴിച്ചു വെച്ചാൽ മതി. ഇതാണ് ഒന്നാമത്തെ കാര്യം. അത് നേരാവാനാണ് വഴി. അതിനൊരു മറുപടി ഉണ്ട്. ഡൗൺ ചെയ്യണ്ട, ബ്രസ്റ്റ് വേണമെങ്കിൽ വെച്ചോ, ഡൗൺ സർജറി ചെയ്യണ്ട. ചില ആൾക്കാർ പറയും ഡൗൺ ചെയ്താലാണ് ആ കറക്റ്റ് പെൺകുട്ടികളെ ആ ഒരു ക്യൂട്ട്നെസ്സും ഒരു ഇതും വരത്തുള്ളൂ. എന്റെ മങ്കൂറിന് തെറ്റി കിടക്കുന്നുണ്ട്, എനിക്കതിനാവില്ല. ആ ഹോർമോൺ ആണല്ലോ എടുത്ത് കളയുന്നത്, അവയോ ആണല്ലോ എടുത്ത് കളയുന്നത്. അത് കളയുമ്പോൾ തന്നെ നമുക്ക് ഫെമിനി ടച്ച് നന്നായിട്ട് വരും. എനിക്കത് മനസ്സിലായില്ല. ഇപ്പോഴും മനസ്സിലായില്ല? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ബ്രസ്റ്റ് മാറ്റി വെച്ചാൽ കുഴപ്പമില്ല, അടി കട്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അതിന് മുന്നേ പറഞ്ഞു എനിക്ക് ബ്ലേഡേ പേടിയാണ്. നീ അടങ്ങ്, ഞാൻ പറ്റിത്തരാ. മഹത്തായ കലാസൃഷ്ടികൾ ദിവസങ്ങളല്ല, ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടുണ്ട്. എനിക്ക് മഹത്തായ കലാസൃഷ്ടി ഒന്നും വേണ്ട. ഇപ്പൊ റീസെന്റ് ആയിട്ട് പറഞ്ഞു എനിക്കിത് ചെയ്ത് കഴിഞ്ഞാലേ ഗൾഫിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്. അറിയാം, നിങ്ങൾ പെട്ടുപോയതാണ്. ഇനി തടി ഊരണം. പാസ്പോർട്ടിൽ ആണായിട്ടും അവിടെ പെണ്ണായിട്ടും നടക്കാൻ സമ്മതിക്കില്ല. അത് ആ രാജ്യ നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യമാണ്. കുറച്ചു പേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. അപ്പളേ നമ്മൾ പിന്നെ വരാം.